നമസ്കാരം. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ആർട്ടിൻ്റെ ലോകത്ത് AI-യിലൂടെ ദൃശ്യവിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ചെയ്യാം ശ്രീ ജോൺ മുള്ളൂർ. നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ഈ AI കുറിച്ച് അധികം ഒരു അവയർനെസ് ഇല്ല. എനിക്കൊന്ന് പൊതുവേ ആൾക്കാർ അതിൻ്റെ ഒരു അവയർനെസ് ആയി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം എങ്ങനെയാണ് ജോ എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ താങ്കളുടെ ഒരു ആർട്ടിസ്റ്റിക് ഐഡൻറ്റിറ്റി ഈ ഒരു ഗ്രാഫിക് ഡിസൈനറിൽ നിന്നും ഒരു AI ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ അത് ഇവോൾവ് ചെയ്തത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആയതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ഡിസൈൻ പഠിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ആൽബം, നാട്ടിലെ കല്യാണ ആൽബങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ മറ്റേ സ്പ്രേ പെയിന്റ് ഒക്കെ വെച്ചിട്ട് ഓരോ എടുത്ത ഫോട്ടോസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോന്ന് ഒരു 8 ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് നിരത്തി വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ആൽബത്തിന്റെ ഓരോ പേജൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആദ്യം അന്ന് തൊട്ട് ഈ ഫീൽഡിലുണ്ട്. അന്നൊന്ന് ഫോട്ടോഷോപ്പ്, എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പ് 6 എന്താണ് ആ സമയത്തുള്ളത്. അപ്പോൾ അന്ന് തൊട്ട് ഇതിനോട് ഇഷ്ടമാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോട്ടോഷോപ്പ് വന്നു. ആ ഫോട്ടോഷോപ്പിലേക്ക് പതുക്കെ സ്വിച്ചായി പഠിച്ചു. ആ സമയത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിനോടൊരു ആഗ്രഹം എങ്ങനെയാണ് ഡിജിറ്റലി ചെയ്യണത്. അപ്പോൾ കൂടുതലും എൻ്റെ മേഖല എന്താണെന്ന് തിരിച്ചറിഞ്ഞത് അതിൽ നിന്നാണ്. ഒരു റീടച്ച് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ ഒരു സാധനം മനസ്സിലുണ്ട്, ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് അന്ന് മനസ്സിലായി. അപ്പോൾ പതിയെ സ്വിച്ച് ആയതാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോഷോപ്പ് പഠിച്ചു വന്നു. ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു. പക്ഷെ എന്നിട്ടും ഇപ്പം ഞാനൊരു കമ്പനിയിൽ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും നോക്കിയിരുന്ന ഒരു കാര്യം എന്താ പറയുക, ഞാൻ കൂടുതലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു 1 hour സ്പെൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കും. 1 to 2 hour. ഓഫീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുറച്ച് സമയം സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ പേഴ്സണൽ വർക്കുകൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് പോന്നു വന്നിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 15-16 വർഷം എടുത്തു ഈ ഒരു പേരൊന്ന് ആളുകളിലേക്ക് വിസിബിൾ ആവാൻ. ജോൺ മുള്ളൂർ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് പ്രൊജക്ട് UAE വേണ്ടി ചെയ്ത സ്നോ വന്നാൽ ദുബായിൽ എങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പ്രൊജക്റ്റാണ് ശരിക്കും ഒന്ന് വിസിബിൾ ആയത്. അപ്പോൾ അവിടെ തൊട്ട് എനിക്ക് മനസ്സിലായി ഇപ്പോൾ നമ്മളുടെ ഒരു ഫീൽഡ് ഒരു ആർട്ടിസ്റ്റ് എന്നും കൂടെ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആളുകൾ അറിയപ്പെടുക. അപ്പോൾ ആ ഒരു വശത്തേക്ക് തന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് പോന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ വന്നപ്പോൾ ഒരു UAEയുടെ ഒരു 3-4 പ്രൊജക്റ്റ് ഞാൻ ചെയ്തിരുന്നു. ഹിറ്റായി വന്ന ടൈമിലാണ് AI വരവ്. AI വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ AI ഞാൻ എപ്പോൾ ഫോട്ടോഷോപ്പിലേക്ക് സ്വിച്ച് ആയോ അതുപോലെ തന്നെ AI സ്വിച്ച് ആയി. ടെക്നോളജി എങ്ങനെ നമുക്ക് ടൂളാക്കി മാറ്റാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണത്. അപ്പൊ എല്ലാവരും ആദ്യം തന്നെ പറയും AI വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി പോവോ, അങ്ങനെയുള്ള കാര്യമായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയണത് നമ്മൾ AI വന്നാൽ അതിന്റെ തലയിൽ കയറി നിൽക്കണം ശരിക്കും. എന്നിട്ട് അതിനൊരു ടൂളാക്കിയിട്ട് നമ്മുടെ ജോലി എങ്ങനെ എളുപ്പമാക്കാൻ പറ്റുമോ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആവുന്നതാണ് എൻ്റെ ഇപ്പൊ മീഡിയ ഫീൽഡിലുള്ളവരോടും ഞാൻ പറയാം. കാരണം ഇതിന്റെ വളർച്ച അത്ര ഭീകരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടുണ്ടായ പോലെ ഒരു ചെറിയൊരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ചെറിയൊരു എന്താ പറയാ, ഇതിനെ പ്രോംപ്റ്റ് എന്നാണ് പറയാ. നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ വീഡിയോസ് വരെ 10 സെക്കൻഡ് വീഡിയോസ് വരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്ത് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർസ് ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ മീഡിയ എത്രത്തോളം ടെക്നോളജി വൈസിൽ നേരെ പോയി നമുക്കറിയാം AI വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനനുസരിച്ച് മാറണം, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും എല്ലാവർക്കും. ഒരു റോബോട്ടിന്റെ കടന്നുവരവിൽ നമ്മൾ പറഞ്ഞിരുന്നു മനുഷ്യന്മാർക്ക് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ളത്. അപ്പം AI ആകുമ്പോഴും നമ്മൾ ശരിക്കും ഈ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കൊരു വലിയൊരു ചാലഞ്ച് ആണോ, അതല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അവരെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ജോൺ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഫോട്ടോഷോപ്പിന്റെ പുതിയൊരു വേർഷൻ വന്നു. ഞാൻ എപ്പോഴും എന്താ ചെയ്യുക, അടുത്തൊരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോഷോപ്പിന്റെ പുതിയ ലേറ്റസ്റ്റ് വേർഷനാണ് യൂസ് ചെയ്യുക. അതിൽ എന്തൊക്കെ ടെക്നോളജി ഇപ്പോൾ പണ്ട് ചെയ്തിരുന്ന പോലെ ഒരു പെൻ ടൂൾ എടുത്തിട്ട് ഒരാളെ, ഫോട്ടോഷോപ്പിന്റെ കാര്യമാണ്, പെൻ ടൂൾ എടുത്തിട്ട് ഒരാളെ ഫുള്ള് കട്ട് ചെയ്തു, അത് മാറ്റി മറ്റേ സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ ക്ലിക്കിൽ സെലക്ട് ചെയ്തൊന്നും മാറ്റുന്നു. അപ്പൊ അതൊരു മാറ്റം വന്നതാണ്. ആ മാറ്റം എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് റെഡി ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനുഷ്യനുള്ള ഒരു കാര്യമാണ്, നമ്മൾ പണ്ട് തൊട്ട് ഇങ്ങനെ വരച്ചാലാ ഇങ്ങനെ ഒരു കാര്യമാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലാ ഇങ്ങനെ ഒരു കാര്യമാവുള്ളൂ എന്നുള്ളൊരു ഈഗോ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അത് മാറ്റണം ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആകുമ്പോൾ. കാരണം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ടൈമാണ്. ആ ടൈമിന് എത്രത്തോളം നമ്മുടെ പണി എളുപ്പമാക്കാൻ പറ്റും അത്രത്തോളം ആ ടൈം കൊണ്ട് തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ജോബിലേക്ക് കയറാം. അപ്പൊ അതിന് എന്താ പറയുക, ഉപകാരപ്രദമാകുന്ന ഇങ്ങനത്തെ ടൂളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരാൾ ഇതുപോലെ എന്താ പറയുക അത് ഉൾക്കൊള്ളുകൊണ്ട് പതിയെ
സ്വിച്ച് ആവണം തന്നെ ഞാൻ പറയുള്ളൂ. ഒരു ആർട്ടിസ്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടേതായ ഒരു ഭാവനയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ട്രഡീഷണൽ ആർട്ടോ ട്രഡീഷണൽ ഗാലറീസോ ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാവും. അപ്പം ഈ ഒരു എയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് സെൻസിന് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ തോട്ട് പ്രോസസ്സുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പോൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ. ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു സാധനമാണ്, ഞാൻ കണ്ടൊരു സ്വപ്നമാണ്. നമ്മുടെ തൃശ്ശൂർ നമ്മുടെ റൗണ്ട് വടക്കുന്നാഥന്റെ ക്ഷേത്രം മഞ്ഞിൽ ഉണ്ടായിരുന്ന എങ്ങനെ ഉണ്ടാവും. അത് ഞാൻ UA ചെയ്തതുകൊണ്ടായിരിക്കാം, ഒരു ഡ്രീം വന്നപ്പോൾ ഞാനത് ചെയ്തു നോക്കിയാണ്. അതൊരു തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ AI ടൂളല്ല, ഫോട്ടോഷോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്ത് ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് എങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ എടുക്കുന്നു ആ ഒരു കാര്യമാണ് ഞാൻ നോക്കുക. ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിക് സ്കില്ല് കാണുന്നത് അതിനകത്താണ്. ഏത് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുന്നു, ചിലപ്പോൾ മിഡ്ജേണി ആവാം, ഫോട്ടോഷോപ്പ് ആവാം, ഏത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും. ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് വരെ സുനോ എന്ന് പറഞ്ഞൊരു AI ടൂൾ ഉണ്ട്, ചിലപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മളുടെ ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന് ആവശ്യമുള്ള എന്ത് ടൂളാണ് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യുന്നത് മാത്രമല്ല. അല്ലാതെ ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം ടൂളാണ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നോക്കി വരയ്ക്കുന്ന ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിസ്റ്റിക് സ്കില്ലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ AI യൂസ് ചെയ്യാറില്ല. അതെൻ്റെ ഒരു എത്തിക്സിന് എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ദുബായിൽ സ്നോ ഉണ്ടായാലും എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ കോൺസെപ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 3 സോഫ്റ്റ്വെയർ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അൺറിയൽ എഞ്ചിൻ പോലുള്ള ഭയങ്കര ടഫായിട്ടുള്ള ആ ഒരു വിഷ്വൽ ചെയ്യാൻ വേണ്ടി തന്നെ മെനക്കെട്ടിരുന്ന് പഠിച്ചതാണ്. അല്ലാതെ ആർട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഇത് വെച്ചിട്ട്. അത് എൻ്റെ ഒരു എത്തിക്സ് ആണ്. ഈ AI കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരു മിസ്കൺസെപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. കാരണം അത് വേണ്ടത്ര അവയർനെസ് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു സത്യം, അല്ലെങ്കിൽ നമുക്ക് അത്രയും അവയർനെസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ജോണിന് എന്താ തോന്നിയിട്ടുള്ളത്, AI ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ AI കുറിച്ച് പൊതുവെ ഇപ്പം ജോണിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ കാണുന്ന വ്യക്തികളുണ്ടാവും, AI കുറിച്ച് പറഞ്ഞിട്ടുള്ള മിസ്കൺസെപ്ഷൻ എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പുറം ലോകത്തിനോട് കൂടി. ഞാൻ ഇവിടെ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് കിഡ്സിനും പ്രൊഫഷണൽസിനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുണ്ട്, അപ്പോൾ അവരോട് കൂടി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ജോ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് എല്ലാവർക്കും കൂടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രം മലയാളികൾ എല്ലാവരെയും ചേർത്തിട്ട് ചെറിയൊരു അവയർനെസ് കൊടുക്കാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടാം. താല്പര്യമുള്ളവർ ഇങ്ങനെ ആർട്ട് ബേസ് ചെയ്തിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്കൊരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം എന്താണെന്നുള്ളത്. പക്ഷെ ഞാനൊരു ചെറിയൊരു കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം 4 ഗ്രൂപ്പ് ഫുള്ളാണ്. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആ ഒരു 4 ഗ്രൂപ്പിന് നമ്മൾക്ക് ഇപ്പോഴുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാവരും ഇങ്ങനെ കൊടുത്തു പോകണ്ട അവയർനെസ്. അപ്പോൾ കുറേ സോഫ്റ്റ്വെയർസ് പരിചയപ്പെടുത്തി, അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇപ്പോഴും നമ്മുടെ ഈ കൂടെ ഉള്ളവനെ കൈപിടിച്ച് ഉയർത്താന്നുള്ളൊരു സംഗതിയാണ് അതിനകത്തുള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ ഗ്രൂപ്പ് തുടർന്നു പോയി വലിയൊരു കമ്മ്യൂണിറ്റി ആക്കാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ നമുക്ക് ആ ഒരു സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റി. എന്തായാലും അതൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പോസ്റ്റേഴ്സ് AI ജനറേറ്റഡ് പോസ്റ്റേഴ്സ് ആണ്. ഇപ്പം ഹാപ്പി ഹോളി, ഹാപ്പി ഓണം, ഈദ് മുബാറക്, ഇതെല്ലാം നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത് ഇങ്ങനെ തരത്തിലുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ്. AIയിൽ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യത്തെ നമ്മൾ അത് ഉണ്ടാക്കി എടുക്കേണ്ട രീതി എങ്ങനെയാണ്? ഞാൻ ചെയ്യണ ഒരു എളുപ്പ രീതി ഉണ്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് മെഷീനിന് എപ്പോഴും അറിയാവുന്ന ഒരു മെഷീൻ തന്നെയാണ്, മനസ്സിലായോ? ഇപ്പോൾ ChatGPT എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുറേ ബുദ്ധിയുള്ളൊരു ഫ്രണ്ട് എന്ന് പറയാം. അത്രയും നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ChatGPT എനിക്കൊരു മൂവിയുടെ ചെറിയൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, എനിക്ക് അത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞാൽ ChatGPT അതിൻ്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് നമുക്ക് തരും. ഞാൻ ChatGPT തന്നെ പറയും ഈ സീനിൽ നിന്നുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അതും ChatGPT തന്നെ ജനറേറ്റ് ചെയ്ത് തരും. കാരണം മെഷീന് മാത്രമാണ് മെഷീൻ്റെ ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നത്. അപ്പോൾ നമ്മൾ AI വെച്ചിട്ട് AI കൊണ്ട് പണിയെടുപ്പിക്കുക, ആ ഒരു കാര്യമാണ് ഞാൻ പണ്ട് തൊട്ട് ചെയ്യാറുള്ളത്. ജോണിന്റെ പ്രൊഫൈല് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇപ്പം ഗെയിം ഓഫ് ത്രോൺസ് ആ ഒരു സാധനം വന്നു, അതുപോലെ തന്നെ ഈ ലെറ്റ് ഇറ്റ് ബ്ലൂം എന്നുള്ള ദുബായ് വന്നു. അപ്പം ഇതൊക്കെ റീ ഇമാജിനേഷനാണ്. പിന്നെ എനിക്ക് രസകരമായിട്ട് തോന്നിയത് നോമ്പ് കാലത്ത് സ്ട്രീറ്റിൽ ഫുഡ് കൊടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ അത് നല്ല രസമായിട്ട് തോന്നി. അപ്പൊ എങ്ങനെയാണ് ഈ റീ ഇമാജിനേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? ഞാൻ ഇപ്പൊ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ദുബായിൽ സ്നോ, ഗ്രീൻ, പിന്നെ അതുപോലെ മാർസിൽ UAE, ഇതെല്ലാനും സറിയൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഞാൻ ഇപ്പോഴും ഒരു ടൈം ട്രാവലർ എന്നുള്ള രീതിയിലാണ്
ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള, ഞാൻ ചെയ്ത മൊണാലിസയുടെ ഫോട്ടോ വരയ്ക്കുന്ന ഒരു പടമുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ഒരു ക്വാളിറ്റിയിലാണ് ചെയ്തെടുത്തത്, ആ ഒരു പഴയ ഒരു സ്റ്റൈൽ ഓഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ആ തോട്ട് എങ്ങനെ എത്തിക്കാൻ പറ്റും, ആളുകളിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഒരു ടൈം ട്രാവൽ എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുക. ഒരു സറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആൾക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, നമുക്കറിയാം ഒരു ക്ലൈമറ്റ് ഒക്കെ ഒരിക്കലും ചേഞ്ച് ആവില്ല, പക്ഷെ അതൊരു തോട്ടാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ, വാട്ട് ഇഫ്, അതാണ് എൻ്റെ ഒരു മോട്ടീവ്. എല്ലാ കാര്യവും എൻ്റെ അടുത്ത് സത്യമുള്ള ഒരു കാര്യങ്ങളും എൻ്റെ പ്രൊഫൈലിലില്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ സറിയലാണ്. അപ്പോൾ അത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഗെയിം ഓഫ് ത്രോൺസ് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ ഗെയിം ഓഫ് ത്രോൺസ് മലയാളം, അതെ മലയാളികൾ കുറച്ചും കൂടെ ഒരു ജോൺ എന്ന ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റിനെ കുറച്ചും കൂടെ അതെ അത് പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സെൽഫി എടുത്ത ആ ഒരു കാര്യം, അതോടെ അത് ആ ഒരു 2-3 പ്രൊജക്റ്റാണ്. കാരണം ഞാൻ മലയാളം ബേസ് ചെയ്തിട്ടും പിന്നെ അതുപോലെ ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഭയങ്കര കുറവാണ് ചെയ്തിട്ടുള്ളത്. കാരണം മലയാളം ഓഡിയൻസ് എനിക്ക് അന്നൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു ഇപ്പോൾ പറയാനുള്ള ഒരു 700K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് നോക്കുമ്പോൾ ആകെ ഒരു 2% അല്ലെങ്കിൽ 3% മലയാളം ഓഡിയൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ മറ്റവർക്കും ഇത് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊക്കെ വന്നേ പിന്നെയാണ് കുറച്ച് മലയാളം ഓഡിയൻസ് കുറച്ച് കൂടിയത്. എന്താ പറയാ, ഈ ഗെയിം ഓഫ് ത്രോൺസിന്റെ മലയാളം സീരീസ്, പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു മലയാളം ബേസ് ചെയ്തിട്ട്. ഇത് പറഞ്ഞ മോഹൻലാലിന്റെ കുട്ടിക്കാലം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ പിന്നെയാണ് കുറച്ച് മലയാളം ഓഡിയൻസ് ഇപ്പൊ കൂടിയത്. അത് കണ്ടിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റ് കോൺടാക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും? ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് ഒരു നല്ല കോൺടാക്ട് ലിസ്റ്റ് വന്നത്. ഇപ്പൊ ഞാനിപ്പോ എടുത്തു പറയാനുള്ള ആരെയും ഈ പറഞ്ഞ പോലെ തന്നെ വിനയ് ഫോർട്ട് അടക്കം നല്ല കോൺടാക്ട് ഉണ്ട് എനിക്ക് കുറെ ആളുകളായിട്ട്. അപ്പൊ ഞാൻ ഗെയിം ഓഫ് ത്രോൺസിൽ വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു, ആള് എന്നിട്ട് ആളുടെ പേജിൽ ഷെയർ ചെയ്തിരുന്നു അതൊക്കെ. അങ്ങനെ കുറെ ആളുകൾ, പിന്നെ അതുപോലെ നൈലയുടെ കുട്ടിക്കാലം ചെയ്തൊക്കെ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ കുറെ എന്താ പറയാ ഇതുകൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംതൃപ്തി ഇല്ലാതെ തോന്നിയ ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടായിരുന്നോ? അസംതൃപ്തി ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്താ പറയാ, നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഇതെടുത്ത് ചെയ്ത് ഞാൻ ആ ഒരു സീരീസ് കഴിഞ്ഞ് പിന്നെ ഫേസ് സ്വാപ്പ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ ഒരിക്കലും ഫേസ് സ്വാപ്പ് ചെയ്യില്ല എന്നുള്ളത്. കാരണം ഒരാളുടെ ഫേസ് മാറ്റിയിട്ട് വേറൊരാളുടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചെയ്യുമ്പോൾ അതെന്താന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യല് എനിക്കൊരു ഒരു സംതൃപ്തി കിട്ടണല്ലോ മനസ്സിന്. കാരണം അത് ശരിക്കും പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ഡിജിറ്റൽ പ്രൈവസി എടുത്തിട്ടില്ലേ നമ്മൾ കളിക്കാൻ. ഓക്കെ, ഒരാൾ സമ്മതം തരികയാണ് എനിക്ക് എൻ്റെ ഫോട്ടോ എൻ്റെ ഒരു ഫേസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളൊരു ഇത് വരുമ്പോൾ പബ്ലിക്കലി ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ അത് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ 1-2 ഫോട്ടോസ് വീഡിയോസ് ആക്കി എന്നല്ലാതെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ എടുത്തിട്ട് ഫേസ് സ്വാപ്പ് പരിപാടി ചെയ്യൽ ഞാൻ നിർത്തി. കാരണം അത് ഭയങ്കര ഹാംഫുൾ ആവുന്നുണ്ട്. ആൾക്കാർ പല രീതിയിൽ നെഗറ്റീവ് സൈഡിൽ യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അവനത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഞാൻ മാറ്റി. പിന്നെ അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ പ്രൈവസി ഇനി എല്ലാവർക്കും വേണം. കാരണം നമ്മളുടെ ഇപ്പോൾ ഒരുപാട് ഫ്രീ ആപ്പുകളുണ്ട്, ഇതുപോലുള്ള ആപ്പുകൾ. ഞാൻ കുറേ ആൾക്കാർ ചെയ്യണുണ്ടായിരുന്നു. എല്ലാവരും ആ ഫ്രീ ആപ്പിൽ അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അവതാർസ് ഉണ്ടായി വരിക. ഇതിൻ്റെയൊക്കെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. ഒരാൾ ഒരു കാര്യം ഫ്രീ ആയിട്ട് തരുമ്പോൾ അതിൻ്റെ ബാക്കിൽ അയാൾക്ക് എന്തായാലും അതിൻ്റെ ബിസിനസ് കാര്യങ്ങളുണ്ടാവും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അടുത്തൊരു ആപ്പിന് അല്ലെങ്കിൽ അടുത്തൊരു കമ്പനിക്ക് ഇത് കൊടുക്കുകയാണ് ചെയ്യുക. ബിസിനസ്സാണ് അവിടെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമേജും കാര്യങ്ങളെല്ലാം ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കിട്ടുന്ന, ഇപ്പോൾ ഒരു ഇന്ത്യൻ ലേഡി ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ആ ഫേസുകളൊക്കെ വന്നേക്കാം. കാരണം ഡേറ്റ് എടുക്കണം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോട്ടോ ഒക്കെ അപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു മനസ്ഥിതി അന്ന് വന്നു. ആ ഒരു കാര്യം മാത്രമാണ് എനിക്കിതുകൊണ്ട് ഇത് വന്നത്. ഒരു സാമൂഹിക നന്മ എന്നുള്ള രീതിയിൽ എനിക്കൊരു മോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ് ആ ഒരു പരിപാടി. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ. അതൊരു പ്രൊഫഷണൽ എത്തിക്സും കൂടെയാണ്. അതെ സത്യം. കാരണം അത് ഇനി ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി മുന്നിൽ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ കൂട്ടാവേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് മാത്രം മാറി. അതെ, ഈ ഡിജിറ്റൽ പ്രൈവസി എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ AI എന്ന് പറയുന്നതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, എല്ലാത്തിനും ഉണ്ടാവും. അതുപോലെ തന്നെ AIക്കും ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ച വളരെ സജീവമായിട്ട് നടക്കുന്നു. ഇപ്പോൾ ഗൂഗിൾ CEO വരെ അതിനെക്കുറിച്ച് ഭയങ്കര ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഇതാവുന്നത്. ഇപ്പോൾ നോക്കുമ്പം എൻ്റെ ഫോൺ
അല്ലെങ്കിൽ എൻ്റെ ഫോണിലെ ഡേറ്റ, കാരണം ഇത് കംപ്ലീറ്റ് ഒരു ഡേറ്റ കളക്ഷൻ ഡിപ്പെൻഡഡ് ആണല്ലോ കംപ്ലീറ്റ്. അപ്പം ശരിക്കും ഒരു മനുഷ്യൻ എത്രത്തോളം സേഫ് ആണ് ഈ ഒരു AI കാലഘട്ടത്തിൽ? സേഫ് ആണെന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ആപ്പ് എടുത്ത് വയ്ക്കും, സോഷ്യൽ മീഡിയ ആപ്പുകൾ, എന്തുകൊണ്ടാണ് അതെല്ലാം ഫ്രീ ആക്കി വെച്ചേക്കുന്നത്? എന്തുകൊണ്ടാണ് അത് മനുഷ്യന് അവൈലബിൾ ആക്കി വെച്ചേക്കുന്നത്? കാരണം നമ്മുടെ പ്രൊഫൈല് എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയക്ക് വേണം. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് വാട്സപ്പ് യൂസ് ചെയ്യുക. ഇത് നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യമല്ല, അവർക്ക് ഡേറ്റയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, നമ്മളിത് കണ്ട് എന്തൊരു കാര്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കുക, നമ്മൾ തന്നെ തുടങ്ങി വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈല് കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എല്ലാ സോഷ്യൽ മീഡിയക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കളറാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എവിടെ പോകാനാണ് ഇഷ്ടം, നമ്മളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയനോട് പറയാണ് എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് AI വർക്ക് ചെയ്യാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ വരാറുണ്ട്, ഇപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ജിയോ ആർ യു ഹംഗ്രി വരാറില്ലേ, നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടത്, ടേസ്റ്റ് ഇന്ന സ്ഥലത്ത്, അതിനനുസരിച്ചിട്ടാണ് വർക്ക് ആവുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സേഫ് അല്ല. പക്ഷെ നമ്മൾ കരുതിയിരിക്കണം കാര്യങ്ങൾ. ഇനി മുന്നിൽ കാണാൻ പോണ കാര്യങ്ങളും ഒന്നും റിയൽ അല്ല, ഇതൊക്കെ ഇതുകൊണ്ട് നടന്ന കാര്യങ്ങളാണ്. ആ ഒരു അവയർനെസ് എന്തായാലും ജനങ്ങളിലേക്ക് എത്തുക തന്നെ വേണം. കാരണം ഒരുപാട് ഒന്നും അറിയാത്ത പാവങ്ങളുണ്ട്, മനസ്സിലായി, ഒരുപാട് സ്കാമുകൾ വരും ഇനി. അതാണ് ഏറ്റവും കൂടുതൽ വരാൻ പോണത്. കാരണം വോയിസ് മാനിപ്പുലേഷൻസ്, നമ്മൾ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഫോണിൽ കേൾക്കുന്ന സൗണ്ട് ആരുടെ സൗണ്ട് ആയിരിക്കും എന്നുള്ളത്. ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം ഇപ്പൊ സുനോ പോലുള്ള ഒരു ആപ്പൊക്കെ ഉണ്ട്, ഒരു വെബ്സൈറ്റ്. നമ്മൾ ജസ്റ്റ് നമ്മൾ കുറച്ച്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ChatGPT ഒരു കവിത ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഡിയോ ഞാൻ കേൾപ്പിച്ചുതരാം. കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ടോപ്പ് ക്വാളിറ്റി ഇതിനകത്താണ് മ്യൂസിക് ജനറേറ്റ് ചെയ്ത് തരാം. ഇതുപോലെ തന്നെ നമ്മുടെ വോയിസ് കൊടുത്താൽ നമുക്ക് പാടാം. ഇപ്പൊ ഇഷ്ടം പോലെ എന്താ പറയാ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വരെ പാട്ട് പാടുന്ന വീഡിയോസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ ഇതുപോലത്തെ ആൾക്കാർ ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സൗണ്ടിന്റെ ഒരു 3 മിനിറ്റ് സൗണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവരെ പാട്ട് പാടിക്കാം, വോയിസ് പറയാം. അപ്പൊ ഇത് സെയിം സാധനം നമ്മൾ വിളിച്ചാലും പോരെ. അപ്പൊ നമുക്ക് ഇനി മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ. അപ്പൊ അത് അങ്ങനത്തെ സ്കാമുകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ സേഫ് ആണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇനിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഔട്ട് ഓഫ് കൺട്രോൾ ആയി കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ സൂക്ഷിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, അത്രേ ഉള്ളൂ. നമ്മൾ തന്നെ ഒരു എത്തിക്സ് വെക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമ്മുടെ മുന്നിൽ. കാരണം അത്രയും ടെക്നോളജി മുന്നിലേക്ക് പോയി. കാരണം ഇറ്റ്സ് ബിയോണ്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റണതിനേക്കാളും കൂടുതൽ കാര്യങ്ങളായി. ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ AI തുടങ്ങിയാലും ഇപ്പോൾ മീഡിയ റിലേറ്റഡ് കാര്യങ്ങളായാലും ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ 2022 തൊട്ട് ഈ ഒരു സമയം കൊണ്ട് വീഡിയോ വരെ ഒരു ചെറിയൊരു പ്രോംപ്റ്റില് ജനറേറ്റ് ആവുന്ന അതിന്റെ വളർച്ച ഒന്ന് ആലോചിച്ചു നോക്ക് എത്രത്തോളം എന്നുള്ളത്. എല്ലാ പ്രൊഫഷനും മാറി പുതിയ ജോബുകൾ വരും AI റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജോബ് ആയിരിക്കില്ല ഇനി വരാൻ പോണം. വേറൊരു കൈൻഡ് ഓഫ് ജോബ്, AI പ്രോംപ്റ്റിംഗ് സ്റ്റൈല്, AI ആർട്ട് ഡയറക്ടേഴ്സ്, AI മ്യൂസിക് ഡയറക്ടേഴ്സ്, AI ഫിലിം ഡയറക്ടേഴ്സ്, അങ്ങനെ വരും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം അത് തന്നെയാണ്. ഇപ്പൊ തന്നെ AI ഫിലിംസ് വരും. ഇവിടെ UAE നടന്നു വരണം. ഞാൻ ജൂറി ആയിരുന്നു അതിന്റെ. അപ്പോൾ അതുപോലത്തെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വരും. ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ഫസ്റ്റ് AI എക്സിബിഷൻ നടന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിൽ. അതിൽ ഞാനുണ്ടായിരുന്നു ആകെ ഒരു ഏഷ്യക്കാരൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 16 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഷെയ്ഖ ലത്തീഫ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരിയാണ് സപ്പോർട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ സമയത്തും ഒന്ന് നോക്കുക ഇതിന് എത്രത്തോളം ഇവരെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്താണത് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലേക്കൊക്കെ വരും ഇനി മനുഷ്യൻ കുറച്ചും കൂടെ ഇവരെല്ലാം പുതിയ ജോലികളും പുതിയ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ആ മാറ്റത്തിൻ്റെ കൂടെ പതിയെ മാറുകയാണ്. UAE കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ. AIക്ക് ഒരു മിനിസ്റ്റർ തന്നെ ഉണ്ട് ഇവിടെ. അതൊരു വലിയ മുന്നേറ്റമാണ്. അതിപ്പോ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ 1000 പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവരികയാണ് രാജകുമാരൻ. അപ്പൊ അതിലൊക്കെ ഭയങ്കര ത്രില്ഡാണ് കുറെ കാര്യങ്ങൾ. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും വരും ആൾക്കാർക്ക്. പക്ഷെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പൊ ആ ഒരു മാറ്റത്തിന്
റെഡി ആയി കഴിഞ്ഞിട്ട് എന്താണ് പുതിയ ഒരു കാര്യം ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്ക് നമ്മൾ തിരിയണം. അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിനെ സമീപിക്കുന്നത്? ഒരു ടിപ്പിക്കൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിപ്പോൾ ഇപ്പോൾ ഒരു തോട്ട് തോന്നി, എനിക്ക് കൂടുതലും ഡ്രീംസ് ഞാൻ എഴുതി വെക്കും. അതാണ് എൻ്റെ ഡ്രീംസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ സ്നോ ഒക്കെ എൻ്റെ ഡ്രീം ആയിരുന്നു. അപ്പോൾ ആ ഡ്രീം കാണുമ്പോൾ അതെന്താണ് വിഷ്വലി ചെറുപ്പം ആ ഒരു ത്രെഡ് മാത്രമായിരിക്കും കിട്ടുക. പക്ഷെ ആ ത്രെഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുക. ഞാൻ കുറേ ബേബി ആനിമൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മൈക്രോ സാധനങ്ങളൊക്കെ. അതൊക്കെ എൻ്റെ ഡ്രീം ആയിരുന്നു. നമ്മുടെ വിരൽ തുമ്പിൽ നിൽക്കുന്ന ആനക്കുട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ അന്ന് ചെയ്തിട്ടുള്ളതാണ് 2 കൊല്ലം മുമ്പ്. ഇപ്പൊ പിള്ളേരെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഡ്രീമുകൾ നമ്മൾ എഴുതി വെക്കുക, എന്നിട്ട് അതെങ്ങനെ വിഷ്വൽ ചെയ്യാം, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ചെയ്യും. ഒരു റഫ് സ്കെച്ച് ആയിരിക്കും. എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യും. ഒന്ന് ചെറിയൊരു ഇമേജ് ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ AI തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് നമ്മളൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. എങ്ങനെയാണ് വേഗമായിട്ടൊരു തോട്ട് വരുന്നതാണോ, അതല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്യണം അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു മേഖലയിൽ ചിന്തിക്കുന്നതാണോ? അല്ല, ഞാനിപ്പോൾ ഇരിക്കുന്ന നിമിഷം വരെ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും കിട്ടുക. പക്ഷെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ഡ്രീം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന കാര്യം മാത്രമല്ല, എൻ്റെ സ്വപ്നമാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോട്ട് ഇടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗർഭിണിയായ അമ്മയുടെ അവസ്ഥയാണ്, എങ്ങനെയെങ്കിലും പ്രസവിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ആയി പിന്നെ ഞാൻ ഇങ്ങ് നിൽക്കില്ല, നേരെ സിസ്റ്റത്തിൽ പോയിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, അതിന് ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട എന്താണോ അതിലേക്ക് മോഡ് മാറും. ഈവൻ ഫാമിലിയുടെ അടുത്ത് വരെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആ ടൈമിന് ഭയങ്കര കുറവായിരിക്കും. ഞാൻ ആരെ അടുപ്പിക്കില്ല ആ സമയത്ത്. എനിക്കത് തീർക്കണം എങ്ങനെയെങ്കിലും. അത് തീരണ വരെ സിസ്റ്റത്തിൽ നിന്ന് എഴുന്നേക്കില്ല. ചില പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ AI-ലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ആരെ അറിയിക്കാറില്ല. അത് എൻ്റെ അങ്ങനെ ഒരു സെൽഫായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ എത്ര നൈറ്റ്സ് അതൊരു കാര്യം നമ്മൾ തുടങ്ങിയാൽ അത് ചെയ്യാണ്ട് പിന്നെ നിർത്താൻ പറ്റില്ല. ഇങ്ങനെ എന്താ പറയാ, ഡെഡിക്കേറ്റഡ് ആണ് അതിനോട്. താങ്കളുടെ ഇതുവരെയുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അത് താങ്കളുടെ സ്റ്റൈലിനെയും ടീമിനെയും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എൻ്റെ ഫേസ് വരാതെ വർക്കിൽ കൂടെ ആൾക്കാർക്ക് മനസ്സിലാവണം. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ ഫേസ് കൂടുതൽ പേര് കണ്ടിട്ടില്ല. കാരണം ഞാൻ കൂടുതൽ എൻ്റെ പ്രൊഫൈലിൽ വരെ ഫേസ് കാണിക്കൽ ഭയങ്കര കുറവാണ്. ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ ലൈവ് പോലും വരൽ കുറവാണ്. എന്നെ എപ്പോഴും ആ ഒരു പേര് ഇങ്ങനെ ഒരു വർക്ക് കൂടെ അറിയപ്പെടണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അറിയപ്പെടണം എന്നല്ല, ആൾക്കാരിലേക്ക് എത്തണം. എന്താണ് അവയർനെസ്, എന്താ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഐഡിയാസ്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, AI-യുടെ പോസിബിലിറ്റീസ് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്തായാലും. താങ്കളെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ ഒരുപാട് പേര് വരച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ സെൽഫ് ചെയ്യാറില്ല. അല്ലാതെ ഞാൻ വേറെ വരയ്ക്കാറുണ്ട് കേട്ടോ. നോർമലി ഞാൻ സ്കെച്ച് ഉണ്ട് ചെയ്യാറുണ്ട്, പക്ഷെ എന്നെ സെൽഫ് പോർട്രേറ്റ് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകിയ വർക്ക്സ് ഏതായിരുന്നു സ്വയം? ഒരുപാട്, എല്ലാം എൻ്റെ ബേബീസ് ആണ് പറയുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ ഏത് കൊച്ചിനാണ് ഇഷ്ടമുള്ളതെന്ന് ചോദിച്ച പോലെയാണ്. ഇപ്പോൾ ഞാൻ എടുത്തു പറയാനായിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരുപാട് വർക്കുകളുണ്ട്, പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം എടുത്തിട്ട് ഞാൻ ചെയ്ത 2 പ്രൊജക്റ്റ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് നമ്മുടെ മരുഭൂമിയിൽ ഒരു ഞാൻ എപ്പോഴും ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ആലോചിക്കും, നമ്മൾ ഇതിലേക്കൂടെ പോകുമ്പോൾ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ മരുഭൂമി കിടക്കും. എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു കടൽ പോലെ അല്ലേ, എനിക്ക് തോന്നാറുണ്ട്. ഈ കടലിൽ പോയാലും തോന്നുന്നത് ഇതൊരു മരുഭൂമി പോലെ. രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മരുഭൂമിയിൽ കടലിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് കൊണ്ടുവന്നു. ഒരാൾ ഇങ്ങനെ മരുഭൂമിയിൽ വല വീശണത്, പിന്നെ അതുപോലെ ഡോൾഫിൻസ് മരുഭൂമി കൂടി ചാടണം. അതൊരു സറിയൽ കോൺസെപ്റ്റ്. അതിൽ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. മരുഭൂമിയിൽ ഒരു കപ്പൽ വന്ന് നിന്നിട്ട് കുറേ എന്താ പറയുക, കുറേ അറബ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷ്വൽ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള. അത് ചെയ്യാൻ വേണ്ടി ഏകദേശം ഞാനത് AI-ലാണ് ചെയ്തെങ്കിലും ഫോട്ടോഷോപ്പും കൂടി കൂട്ടെ ആ ഒരു വർക്കാണ് ഈ അടുത്ത് ചെയ്തിട്ടുള്ള. ഒരു ഏകദേശം 2-3 ആഴ്ച ഞാൻ അതിൻ്റെ പിന്നിൽ തന്നെ ഇരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സെയിം സെഗ്മെന്റ് ഞാൻ ആ ഒരു ക്ലൗഡും ചെയ്തു. വെച്ചിട്ട് ക്ലൗഡിൽ എന്താ പറയുക, ഡോൾഫിൻ ചാടുന്നത് സെയിം സെഗ്മെന്റ്. അപ്പോൾ ഈ രണ്ട് പ്രൊജക്റ്റും വന്നത് അടുപ്പിച്ച് 2 ആഴ്ചകളില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും. ഭയങ്കര ക്രിയേറ്റീവ് പ്രോസസ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് A to Z ഓരോ വിഷ്വൽസും ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താ പറയുക ഒരുപാട് റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷെ അതൊട്ടും
ശ്രദ്ധിക്കപ്പെടാത്തൊരു വർക്കാണ്. നമ്മൾ അങ്ങനെയാണ്. പക്ഷെ എല്ലാം ഫേവറേറ്റ് ആണ്. പക്ഷെ ഇതിനോട് എനിക്കൊരു പ്രത്യേക ഒരു അടുപ്പുണ്ടായിരുന്നു. കാരണം അത് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ വന്നൊരു തോട്ടായിരുന്നു, അങ്ങനെ പറയാം. നമ്മൾ ഓരോ സൃഷ്ടിയും ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുകയാണല്ലോ, നമ്മളത് പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാർ കോമെന്റ് ചെയ്യുന്നു. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു ഫീഡ്ബാക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൈല് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എഐക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെറിയിട്ടിട്ടുള്ള ആള് ഞാനെന്ന് പറയാം. അത്രയും മോശം കമന്റ്സും മെസ്സേജസും ആളുകൾ വെറുതെ വന്ന് ഇൻബോക്സിൽ കയറിയിട്ട് ചീത്ത വിളിച്ചിട്ട് പോകാറുണ്ട്. അത്രയും മോശമായിട്ട് ഞാൻ കിട്ടാറ്. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എനിക്ക് അതൊക്കെ കിട്ടുന്നത് ഞാനൊരു അവാർഡായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ഈ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഞാൻ ഒരാളുടെ കോട്ട് കണ്ടിട്ടുണ്ട് എവിടെയോ റീലില്, നമ്മൾ ഈ ഇതുപോലെ കിട്ടണ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് വലിയൊരു കോട്ട പണിഞ്ഞിട്ട് അതിന്റെ മേലെ കയറി നിൽക്കുക. അപ്പൊ പിന്നെ ഇവർ എറിഞ്ഞാൽ എത്താത്ത രീതിയിലാവുക, അങ്ങനെ നിൽക്കണം. ഞാൻ അങ്ങനെ വിചാരിക്കാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും വേണം, എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് പോകും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എല്ലാം പോസിറ്റീവ് കമന്റ് വന്നാൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മാവുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും പറയാതെ ശരിയാണ്. നമ്മൾക്ക് ഈവൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മൾ ഒരു ഉപദ്രവവും ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കൺസേൺ അല്ലാത്ത പല ആൾക്കാരും നമ്മളെ വെറുതെ വന്ന് തെറി വിളിച്ചിട്ട് പോവാം. അതങ്ങനെയാണ്, അതൊരു നേച്ചറാണ്, അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ടെക്നോളജിയുടെ ഒരു ഇവോൾവിംഗ് നേച്ചറും താങ്കളുടെ ആർട്ടിസ്റ്റിക് വിഷനിലുള്ള അതിന്റെ ഇമ്പാക്റ്റിനെയും ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് താങ്കൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്? ഹ്യൂമൻ ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ല. ഒരു ആർട്ടിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഇതൊരു ടൂളായിട്ട് കാണുമെന്ന് ഞാൻ പറയുള്ളൂ. നിൽക്കുമ്പോൾ നമ്മൾ ടെക്നോളജി വൈസിൽ എത്രത്തോളം മുന്നിലേക്ക് പോകുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ആർട്ടിസ്റ്റും കൂടെ അതിനനുസരിച്ചിട്ട് കൂടെ പോകണം എന്ന് പറയുള്ളൂ. ഇതൊരു ടൂളാക്കി കണ്ടിട്ട് അവൻ്റെ ആ ഒരു ആർട്ടിനെ ഇതുകൊണ്ട് അവന് ഉപകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്ത് ഇപ്പം എന്താ പറയുക, അവനെ കൈവച്ച് വരച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് ഇതിലേക്ക് വരരുത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനൊരു വേ ഉണ്ട്. അതും ഇതുമായിട്ട് ഒരിക്കലും മിക്സപ്പും ചെയ്യരുത്. കാരണം ഇത് വെച്ച് ചെയ്യണ ആർട്ടും മറ്റേ ആർട്ടും രണ്ടാണ്. ട്രഡീഷണൽ ആർട്ടിസ്റ്റിന്റെ ഒരു ഇതല്ല എയിലോ അല്ലെങ്കിൽ ഡിജിറ്റലിലോ വന്നത്, രണ്ടാണ്. ഓക്കെ, ഫോട്ടോഷോപ്പിൽ നമ്മളൊരു പടം വരച്ചു, അതുപോലെയല്ല കൈ വെച്ച് വരയ്ക്കണേ, അവനെ പെൻസിൽ വെച്ച് വരയ്ക്കണ പോലെ അല്ല. ഫോട്ടോഷോപ്പിൽ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് ബ്രഷും കാര്യങ്ങളും എടുത്ത് വരയ്ക്കും, അത് ഡിജിറ്റലാണ്. അത് രണ്ടായിട്ട് കാണാനുള്ള ഒരു മനസ്ഥിതി എപ്പോഴും മനുഷ്യന് വേണം. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അവന്റെ ആ ഒരു എത്തിക്സും കാര്യങ്ങളെല്ലാം അവന് എന്താ പറയാ, ഒരു ആർട്ട് ജനിക്കുന്നത് എപ്പോഴും പല രീതിയിലാണ്. അത് ഇപ്പൊ ഡിജിറ്റൽ ആവാം, ഇപ്പൊ പറയാം മീഡിയം ഈ ഒരു സ്റ്റൈലാവാം, മ്യൂസിക് ചെയ്യണമാവാം. പക്ഷെ അതെല്ലാം അവന്റെ തോട്ടുകളാണ്. അവന് അതിനനുസരിച്ചിട്ടുള്ള ടൂളുകൾ കണ്ടെത്തിയിട്ട് അതിനെത്രത്തോളം അവന് എളുപ്പമാക്കാൻ പറ്റും ചെയ്യാനുള്ളത്, അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് AI ഒരുപാട് മേഖലകളിൽ ഇനിയിപ്പം ഭയങ്കരമായിട്ടൊരു വിപ്ലവം സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ജോണിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സെക്ടർ ഏതായിരിക്കും? മീഡിയ ആയിരിക്കും കൂടുതൽ. എല്ലാ പ്രൊഫഷനെയും എന്തായാലും എഫക്ട് ചെയ്യും. ഇപ്പൊ സോറ എന്നുണ്ട്, ഓപ്പൺ എയുടെ ഒരു ടീം, ഒരു സോഫ്റ്റ്വെയറിന്റെ ടീമിലുണ്ട്. അപ്പോൾ സോറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് റിലീസ് ആകുമ്പോഴാണ് ഈ ഒരു November 1 എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 10 സെക്കൻഡ് ഉള്ള വീഡിയോസ് ജനറേറ്റ് ആയി വരിക. പക്ഷെ ആ ജനറേറ്റ് ആയി വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെയാണോ റിയലിസ്റ്റിക് ആയിട്ടൊരു സാധനം കാണുന്നത് അതുപോലെ തന്നെ ഒരു ഷൂട്ട് ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ ഷൂട്ട് ചെയ്ത് എങ്ങനെയിരിക്കും അതുപോലെ സറിയൽ വിഷ്വൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ സിനിമാ മേഖലയിൽ ഇതൊരു വലിയ വിപ്ലവമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ ഇന്ത്യൻ 2 നമ്മൾ കണ്ടു, നെടുമുടി വേണുവിനെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്ന ഒരു AI കൂടിയാണ്. ഇതുകൊണ്ട് കുറെ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമുണ്ട്, പോസിറ്റീവ് വശങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കിഡ്സിന് ഇതുകള് എന്താ പറയാ, നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങൾ ഇപ്പൊ നടക്കാൻ പറ്റാത്ത ആൾക്കാരെ എന്താ പറയാ റോബോട്ടിക് വെച്ചിട്ട് നടത്താൻ, അങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ കണ്ടു. ഒരുപാട് കാര്യങ്ങളിൽ AI നല്ല കാര്യങ്ങളുണ്ട്. അതിലും പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 60% നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി ഇപ്പൊ നേരത്തെ കമന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലതും ചീത്തയുണ്ട്, നമ്മൾ ആ ഒരു വഴി തിരഞ്ഞെടുക്കുക നമ്മളുടെ ഇഷ്ടമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇനി ഒരു AI-യുടെ ഒരു നെക്സ്റ്റ് ഫ്യൂച്ചർ ആയിട്ട് കാണുന്നത് എന്താണ്? ഇനി ഫ്യൂച്ചറായിട്ട് കാണുന്നത് എന്തായാലും ഇപ്പൊ ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മള് എന്താ പറയുക, യന്ത്രൻ മൂവി കണ്ട പോലെ റോബോട്ടും AI-യും കൂടെ മിക്സായ ഒരു വേർഷൻ വരുമ്പോൾ അതെന്താണെന്നുള്ളത് അറിയില്ല. ഒരു എന്താ പറയുക, ഒരു ഇമോഷനൊക്കെ വന്നാൽ അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ നല്ലൊരു ഡേഞ്ചറസ് പാർട്ടായിരിക്കും വേൾഡിൽ വരുന്നത്. പക്ഷെ അതൊന്നും വരാതിരിക്കട്ടെ. മനുഷ്യൻ ഹ്യൂമാനിറ്റി മുൻനിർത്തി കണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോട്ടെ എന്ന് തന്നെ വിശ്വസിക്കണം. അപ്പോൾ ഇനി വരാനുള്ളത് ഇത്രയും വന്നു, ഇനി വരാനുള്ള കാര്യങ്ങളെല്ലാം മോശമായ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. എന്നാലും ഞാൻ പറയണം, അതൊരു പേടി മാത്രമേ മനസ്സിലുള്ളൂ ഇത് കാണുമ്പോൾ.
ഇമോഷണൽ ആയിട്ടുള്ള ഒരു AI വളരെ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് തന്നെ. സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ അറിയാം, എലോൺ മസ്ക് ന്യൂറാലിങ്ക് ഇംപ്ലാന്റ് ചെയ്യണത് മനുഷ്യന്റെ ബ്രെയിനിൽ. അത് എന്താ പറയുക, ഈ AI-ക്കെതിരെ നമ്മുടെ ഹ്യൂമന് എങ്ങനെ ഒരു സൂപ്പർ പവർ കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ആള് അങ്ങനെ ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഇപ്പോൾ ആളങ്ങനെ ഒരു കാര്യം മുന്നിൽ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണതെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ അതെന്തായിരിക്കും വരാൻ പോണെന്ന് അവരെ പോലുള്ള ആളുകൾ ഓൾറെഡി ആ ഒരു ദീർഘവീക്ഷണത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം തന്നെ. അപ്പോൾ നമ്മളും അതിനോടനുസരിച്ച് തന്നെ മാറണം, എന്താണ് വരാൻ പോണെന്നുള്ളത്. അതിന് ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ ന്യൂറാലിങ്ക് എടുത്ത് തലയിൽ വെക്കണം എന്നല്ല, എന്നാലും ഞാൻ പറയണത് നമ്മൾ ഒന്ന് ഒരുങ്ങിയിരിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഹ്യൂമാനിറ്റിയിൽ നിൽക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് യന്ത്രങ്ങളായാലും എന്താണെങ്കിലും. ഈ ഡിജിറ്റൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ? ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ഒരു 10 ദിവസം ഒരു 15 ദിവസം സൈലന്റ് ആയിരിക്കും, അനങ്ങില്ല, ആരോടും അങ്ങനെ കൂടുതൽ സംസാരം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ചിലപ്പോൾ ഞാൻ ഒന്ന് ട്രാവൽ ചെയ്യും, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരും. ക്രിയേറ്റീവ് ബ്ലോക്ക് മനുഷ്യന് എല്ലായ്പ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഒരു ബ്രേക്കാണ് അവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കും, ഒരു 1 വീക്ക് ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കും, വേറൊരു പരിപാടി ഉണ്ടാവില്ല. എനിക്കറിയാം എനിക്കൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതൊരു അസുഖം വന്ന പോലെ തന്നെയാണ് ശരിക്കും. യാത്രകളിൽ കൂടെയാണല്ലേ ഹീൽ ചെയ്യുന്നത്? യാത്രയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് സൈലന്റ് ആയിരിക്കുക, കൂടുതൽ കാര്യങ്ങൾ റിയാക്ട് ചെയ്യാണ്ട് സൈലന്റായി, എന്താ പറയാ, കൂടുതൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രത്യേകിച്ചും ഒരു AI അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ സെക്കൻഡ്സും പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൽഫ് അപ്ഡേഷൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ഡിസൈനർ എപ്പോഴും ട്രെൻഡിനനുസരിച്ച് പോയിരിക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും കുറേ കാര്യങ്ങളിൽ. നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ട് നീങ്ങില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ മാർക്കറ്റിൽ തന്നെ ഡൗൺ ആയി പോവുള്ളൂ. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മളെപ്പോഴും എന്താണ് മുകളിലേക്കുള്ളത് അതിനനുസരിച്ചിട്ട് ചിന്തിച്ച് പോവുക, പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതിനൊരു ഈഗോന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് കിട്ടിയാലും ചെറിയവനിൽ നിന്നാണെങ്കിലും ആ കാര്യങ്ങൾ പഠിക്കുക. ജോണിന്റെ വർക്കിനെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആരാധകരുണ്ടാവും. ജോണിനെ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ്? ഒരു വിഷ്വലൈസർ ഉണ്ടായിരുന്നു, ഒരു പീറ്റർ ജവറോസ്കി എന്ന് പറഞ്ഞൊരാള്. ആള് ഇതുപോലെ തന്നെ ഒരു പോളിഷ് ആളാണ്. പുള്ളിക്കാരന്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു വിഷ്വലൈസേഷനിലേക്കുള്ള ഒരു ഇഷ്ടം വന്നത്. അല്ലാതെ ഇപ്പൊ ഈ അടുത്ത് AI ഒന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇതുപോലെ ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും ഇത് ചെയ്യുമ്പോഴും നമ്മുടെ തോട്ട് എന്താണോ അത് പുറത്തു വിടാനായിട്ട് നോക്കണമെന്ന് മാത്രമല്ല, അത് അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം സത്യമായിട്ട്. നമ്മളിപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞു തന്നെ വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജിയിൽ. മകൾ എങ്ങനെയാണ്? അച്ഛന്റെ പാത തന്നെയാണോ? ആളൊരു ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ആള് ഹോം സ്കൂളറാണ്. ഞാൻ വീട്ടിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് മോളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവളെ കുറെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കാണ് കുറെ കാര്യങ്ങൾ. ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിന് അവളെ ഫ്യൂച്ചറാണ് പഠിപ്പിക്കുന്നത് കുറെ കാര്യങ്ങൾ. ഇപ്പൊ അതുപോലെ തന്നെ കോഡിങ്ങും അങ്ങനെ റോബോട്ടിക് സ്റ്റൈലിലുള്ള കുറച്ച് കാര്യങ്ങൾ, 2 ലാംഗ്വേജ്. പിന്നെ ആള് ജിംനാസ്റ്റിക്സ് ഇൻട്രസ്റ്റഡ് ആണ്, പിന്നെ മ്യൂസിക്. അപ്പൊ ആളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകണം. അവൾക്ക് വേണ്ടി അവളെ വിട്ടുകൊടുത്തേക്കാണ് കുറെ കാര്യങ്ങള്. കാരണം നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട് ബാല്യത്തില്, അപ്പൊ കുറെ കാര്യങ്ങളില്. അപ്പൊ അവളുടെ ഇഷ്ടം അതിനൊന്നും ഒരിക്കലും ഒന്നിനെതിരായിരിക്കരുത് എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും. ഹോം സ്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പം അത് കുറെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഹോം സ്കൂൾ. ഇവിടെ KHD അപ്രൂവ്ഡ് ഹോം സ്കൂളിംഗ് ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് അതിന്റെ സിലബസ് സെലക്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ ജോൺ ഇത്രയും ഈ ഒരു AI ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ട് നമ്മൾ AI എവിടെ നിർത്തണം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അതിനൊരു അതിർവരമ്പ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇതിനെ വെച്ചിട്ട് പണി എടുപ്പിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ എല്ലാവരോടും പറയുള്ളൂ. ഞാൻ ഇപ്പോഴും പണ്ട് തൊട്ട് 2 കൊല്ലം മുൻപേ ഞാൻ സംസാരിക്കാൻ പോകുമ്പോഴും വേദികളിൽ സംസാരിക്കാൻ പോകുമ്പോഴും ഞാൻ എപ്പോഴും എടുത്ത് പറയും, ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തലയിൽ കയറി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് തിരിച്ച് പണിയും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനെ ഒരു സെർവന്റ് ആക്കി നിർത്തുക, നിങ്ങൾ ജോലി ഇടിപ്പിക്കുന്ന ഒരാളാക്കി നിർത്തുക, അല്ലാതെ അതിന്റെ തോളത്ത് കൈയിടരുത്. അത് റോബോട്ടിനെ ഒരിക്കലും മനുഷ്യനെ ഇനി ചെയ്യാൻ പോണ, ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഇമോഷൻസ് വരുത്താൻ നോക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. പക്ഷെ അതിന് കുറച്ച് നല്ല കാര്യങ്ങൾ ഓർത്തിട്ടാണ് ചെയ്യണം. പക്ഷെ അത് ചീത്ത കാര്യങ്ങളിലേക്ക് പോവാതിരിക്കട്ടെ. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് ഹ്യൂമാനിറ്റി എപ്പോഴും മുന്നിൽ നിൽക്കണം, എന്നിട്ടുള്ളൂ ബാക്കി റോബോട്ട്സും കാര്യങ്ങളും. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ വിട്ട് പോരുത്, മനുഷ്യനിൽ തന്നെ നിൽക്കണം.
അതെപ്പോഴും നിർത്തണം, അത്രേ ഉള്ളൂ. ഈ എല്ലാ മേഖലയിലും ഈ AI ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു ഹ്യൂമൻ എത്തിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക്സ്, ഇതൊക്കെ ഒരു AI ചെയ്യുന്ന ഒരു കാലഘട്ടം വരും, ചിന്തിച്ചിട്ടുണ്ട്? അത് എത്രത്തോളം ചാലഞ്ച് ആയിരിക്കും ഒരു ലീഗൽ ഫ്രെയിം വർക്ക്സ് ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ? ഡെഫിനറ്റ്ലി അത് ഉറപ്പല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ChatGPT തന്നെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ലീഗലി വർക്ക് ചെയ്യണ എത്ര പ്രൊഫഷണൽസ് ഉണ്ട്. ChatGPT നമ്മൾ ChatGPT അടുത്ത് പറയാം, എനിക്ക് UAE ബേസ് ചെയ്തിട്ട് ലോ ബേസ് ചെയ്തിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് ഒരു ഫോം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡേറ്റ അല്ലേ എടുത്തിരിക്കുന്നത്, കംപ്ലീറ്റ് സാധനം തരും. നമ്മളിപ്പോൾ ഒരു ലോയറിന്റെ അടുത്ത് പോണ കംപ്ലീറ്റ് കാര്യം ChatGPT കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യിക്കാം, ഈസിയാണ്. പക്ഷെ അതൊക്കെ ഒരു സ്ഥാപനങ്ങളിരിക്കും. എല്ലാ പ്രൊഫഷനും ഇത് ബാധിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അവരൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവരും ഇതുപോലെ തന്നെ. എനിക്കൊരു ലോയർ ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോ എൻ്റെ അടുത്ത് പറയാറുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഫോം കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത് ChatGPT വെച്ചിട്ട് ചെയ്യിക്കുക. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ താങ്കളെ കൂടുതൽ ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് നിലയിൽ സ്വാധീനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണത് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രൊഫൈല് വെച്ചിട്ടുള്ളത് ഒരു പോർട്ട്ഫോളിയോ പോലെയാണ്. എൻ്റെ വർക്കുകൾ കാണിക്കുക, അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ ഒരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. ഉള്ളത് എൻ്റെ എന്തെങ്കിലും വല്ല ഇതിന് പോയിട്ടുള്ള പരിപാടികൾ, അല്ലാണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസും, അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ പ്രൈവസിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ട്രഡീഷണൽ ഗാലറീസ് വേഴ്സസ് സോഷ്യൽ മീഡിയ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരും വർഷങ്ങളിൽ ഇത് ഒരു വലിയ രണ്ട് ഈ ഒരു ട്രഡീഷണൽ ആർട്ടും ഈ ഒരു AI കൂടി ചേർന്ന് ബ്ലെൻഡ് വരും. ഡെഫിനറ്റ്ലി ബ്ലെൻഡ് വരും. കാരണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും തിരിയും ഇതിലേക്ക്, ഉറപ്പുള്ള കാര്യമാണ്. കുറെ മാറ്റങ്ങൾ വരും. ഡാവിഞ്ചി സുരേഷ് എനിക്ക് ഭയങ്കര അടുത്ത പരിചയമുള്ളൊരു, എൻ്റെ ഒരു ഗുരുവിനെ പോലെ കാണുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഇപ്പൊ ഈ അടുത്ത് ഞാൻ കണ്ടു ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാവരും മാറണം. അങ്ങനെ അവന്റെ പുതിയ മേഖലയിലേക്ക് കാണിക്കാൻ പറ്റുമല്ലോ. അവന്റെ ഇപ്പൊ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് അത് മൂവ് ചെയ്ത് കാണിക്കുക, അതൊക്കെ ചിലപ്പോൾ ആളുടെ സ്വപ്നമായിരിക്കുള്ളൂ. അനിമേറ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അത് കുറച്ചും കൂടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പൊ NFT ഒക്കെ വന്ന പോലെ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ ചെയ്തിട്ടുള്ള ആർട്ട് നമ്മൾ ഫോൺ വെച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആർട്ട് നമ്മുടെ ഫോണിൽ മൂവ് ചെയ്യണ പോലെയൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ അവൻ ചെയ്തിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ ലേഡി സംസാരിക്കും. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഡിജിറ്റലി ചെയ്തിട്ട് നമുക്ക് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പൊക്കെ ഉണ്ട്. ആ ആപ്പിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിൻ്റെ അടുത്ത് കൊണ്ടിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ട് നമ്മൾ മൂവ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ടെക്നോളജിക്കൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതൊരു ബ്ലെൻഡ് ഭാവിയിൽ വരും ഇഷ്ടം പോലെ കുറെ കാര്യങ്ങളിൽ. ഇപ്പം UAE നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതൊരു അഡ്വാൻസ്ഡ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് UAE നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു മേഖല കുറച്ചും കൂടി വളരേണ്ടതുണ്ട്. അപ്പം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ഇന്ത്യയിൽ ഈ ഒരു മേഖലയിലേക്ക് വരേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഈ മാറ്റങ്ങൾ അംഗീകരിക്കൽ ഇന്ത്യൻസിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നസീറിന്റെ കാലത്തെ സിനിമ ഓടണ തിയേറ്ററുകൾ പോലെയാണ് പല സ്ഥലങ്ങളും. കാരണം അതൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അവന് അടിയാവോ, അല്ലെങ്കിൽ അവന്റെ ഒരു സ്വാർത്ഥമായ ചിന്താഗതി കുറെ ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ അത് ഒരു ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ മാത്രം നന്നാവണം, അവന്റെ ആർട്ട് മാത്രം ശ്രദ്ധിക്കപ്പെടണം, ഞാൻ വലിയ ആളാവണം എന്നൊരു സങ്കുചിത ചിന്താഗതി മാറ്റിയിട്ട് ബാക്കിയുള്ളവനും കൂടെ ഇത് ചെയ്ത് കാണുമ്പോൾ മനസ്സിനുണ്ടാവണ സംതൃപ്തി, എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവന് മാത്രം ചെയ്ത് അവൻ മാത്രം ഫേമസ് ആവണം, അവൻ മാത്രം വലിയ ആളാവണം എന്ന് ചിന്തിക്കാനുള്ള ചെറിയ മനസ്സുകൊണ്ടാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരാൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവനൊക്കെ വലിയവനായി പോകുമോ എന്ന് ചിന്തിക്കണോണ്ടാണോ എന്നറിയില്ല. ആ ഒരു മാറ്റം നാട്ടിൽ ഡെഫിനറ്റ്ലി വരണം. AI നമ്മളിങ്ങനെ വരച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓരോ ആസ്പെക്റ്റ് നമ്മളിങ്ങനെ അതിനെ ബ്രീഫ് ചെയ്ത് പോകണമല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്ത ഒരു വർക്ക് ഏതാണ് ജോണിന്റെ? ഗാന്ധിജി, പിന്നെ അതുപോലെ തന്നെ മദർ തെരേസ, എബ്രഹാം ലിങ്കൺ, കുറെ ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിരുന്നു. ഇവരൊക്കെ നമുക്ക് AI കിട്ടിക്കൊണ്ടിരുന്നത് ഭയങ്കര വേഗമായിട്ടുള്ള കുറെ ഫേസസ് ആണ്. ഇവരെ പോലെ സാമ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു അന്ന്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് രണ്ടാമത് ഫോട്ടോഷോപ്പിൽ അതിന്റെ സാമ്പിൾ ഇമേജ് എടുത്തിട്ട് അത് വർക്ക് ചെയ്തു. അതിന്റെ ഓരോരോ ചുളിവുകളും എന്താന്ന് വെച്ചാൽ അത് അത്ര കുറെ സമയം എടുക്കണ്ടായിരുന്നു. ഒരു വിഷ്വൽ ചെയ്യാൻ തന്നെ ഏകദേശം ഒറ്റ വിഷ്വലൊക്കെ 7 മണിക്കൂർ കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാം. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കളികൾ മാറി. അപ്പോൾ ആ ഒരു ടൈമിന് എടുത്തിരുന്ന സമയമൊന്നും ഇപ്പൊ എടുക്കണില്ല. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ആ ഒരു ഡെസേർട്ടിൽ ഡോൾഫിനൊക്കെ ആ ഒരു കോൺസെപ്റ്റാണ്. കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട്.
ശരിക്കും ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു ഹ്യൂമൻ എത്തിക്സ് അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ നമ്മളത് പഠിക്കേണ്ടതാണോ? അത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കണതാണ്. അത് ആരും പഠിപ്പിച്ചു തന്നെ അല്ലല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ എത്തിക്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്, നമ്മളുടേതായിട്ടുള്ളൊരു എത്തിക്സ്. നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ചുറ്റുള്ള സഹജീവികളെ ഞാൻ അങ്ങനെ നോക്കാറുള്ളൂ. ആരെയും മനസ്സുകൊണ്ട് പോലും ഒരു കാര്യം കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക, ഹാപ്പി ആയിട്ട് പോവുക. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ ചെയ്യണ്ടെങ്കിൽ ആരെയും ഹേർട്ട് ചെയ്തിട്ട് ഒരാർട്ടും ചെയ്യാതിരിക്കുക. എൻ്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ടാണ് ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് വന്ന ഒരു കാര്യം. മെയിൽ പ്രഗ്നൻ്റ് ആയാലും എങ്ങനെ ഇരിക്കും, അവരൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഞാൻ കുറേ വിഷ്വൽസ് പുറത്തുവിട്ടിരുന്നു. അത് പുറത്തുവിട്ട് ഒരു 8 മണിക്കൂർ കൊണ്ട് ഭയങ്കര വിവാദമായി, ഭയങ്കര ചർച്ച വന്നു. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ വർക്കുകൾ പോലുള്ള ചെറിയൊരു തോട്ട് മാത്രം. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊരു കുറേ ആളുകൾ റിപ്പോർട്ട് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ആ പോസ്റ്റ് റിമൂവ് ചെയ്തോളൂ. എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരിക്കലും ഒരാളുടെ ഇഷ്ടത്തിനും വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഒരാളുടെ ഒരു ഇതിനും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു സ്കില്ലിനെ ഞാൻ മാറ്റാറില്ല. എനിക്കിഷ്ടമല്ല അത്. ഞാൻ ആർക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ സാറ്റിസ്ഫൈഡ് ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാൾ. ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ ഡിജിറ്റൽ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമുണ്ടാക്കുന്നത് ഡിജിറ്റൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് തന്നെയാണ്. അതൊരു തരത്തിൽ പറയുന്നത് ഭയങ്കര ഒരു വേദനയാണല്ലോ. ആ സത്യം. കാരണം ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും അവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായോ? ഇപ്പൊ പല ടൈപ്പാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റാച്യൂസ് സെൽഫി എടുക്കുന്ന ഒരു പ്രൊജക്ട് ഞാൻ ചെയ്തിരുന്നു. ഡേവിഡിന്റെ ഒരു സ്റ്റാച്ചു സെൽഫി എടുക്കുന്ന ഒരു പടമുണ്ട്. അപ്പോൾ ഡേവിഡിനെ ശരിക്കും അറിയാം, ഒരു ന്യൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ അതിന് ഒരു അണ്ടർവെയർ ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്. കാരണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഒരു സെൽഫിയും കൂടി എടുക്കണ ഒരു കാര്യം ആയതുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം അത് ബ്ലോക്ക് ചെയ്യും. ആ ഒരു കാര്യമുള്ളതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് മാനിപ്പുലേറ്റ് ആവേണ്ട വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറുള്ളൂ. അല്ലാതെ എന്റെ ആർട്ടിൽ ചെയ്യുന്ന കാര്യത്തിന് അതിൽ എന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിരിക്കും. എന്റെ മനസ്സിലൊരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും പുറത്തു കൊണ്ടുവരാൻ നോക്കും. പക്ഷെ സോഷ്യൽ മീഡിയ ചിലപ്പോൾ അത് അംഗീകരിക്കില്ല. പക്ഷെ അത് വേണ്ട അംഗീകാരം, ഞാൻ അത് തന്നെ നോക്കാറുള്ളൂ. നമ്മുടെ സൃഷ്ടിക്ക് ആ ഒരു പരിമിതി നിശ്ചയിക്കുമ്പോൾ പരിധിയില്ല, പക്ഷെ പരിമിതി നിശ്ചയിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഇമോഷണലി ഹേർട്ട് ആവില്ല. ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എത്രത്തോളം ഇമോഷണലി ഹേർട്ടാവും. കാരണം ഇവന് ഈ കാണണവൻ അറിയില്ല എത്രത്തോളം ബിഹൈൻഡ് ദ സീൻ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വിഷ്വൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ഈച്ച് ഇമേജ് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാന്ന് പറയാം. ജസ്റ്റ് എല്ലാവരും വിചാരിക്കുന്ന ഒരു 1-2 കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കിട്ടണമെന്ന്. അതല്ല, അല്ല അത് ഞാൻ ഈ ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ ഞാൻ എത്ര സോഫ്റ്റ്വെയർ കയറ്റി ഇറക്കണമെന്ന് അറിയാം. പക്ഷെ ഞാൻ അടിയിലിടും AI വെച്ച് ചെയ്താണ്. ഒരു സാധനം എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അവൻ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുക, അതൊക്കെ കാണുമ്പോഴേക്കും മനസ്സ് പൊടിഞ്ഞു പോകും. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മള് അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതോട് ശരിക്കും ഇതൊരു പാഷനാണ്. ഇതിൽ നിന്നൊരു വലിയ വരുമാനം നമുക്കില്ലല്ലോ. പാഷനാണ്, നമ്മളെ കയ്യിൽ നിന്നാണ് നമ്മളിത് സ്പെൻഡ് ചെയ്യുന്നത്. അതെ, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് സ്പെൻഡ് ചെയ്യണം. എനിക്കിതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ യൂട്യൂബിലിട്ടൊരു വീഡിയോ, എനിക്ക് അതൊക്കെ നേരത്തെ ചെയ്യാറ്. ഞാൻ ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും ഇതൊരു അവയർനെസ്സോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനോ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നിന്നിട്ടുള്ളൂ. എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്? കണ്ടക്ട് ചെയ്തിരുന്നു. പറഞ്ഞല്ലോ, ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരുന്നു ഇവിടെയുള്ള എന്താ പറയാ ഗവൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ള. അല്ലാണ്ട് എന്റേതായിട്ടുള്ള എക്സിബിഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഞാൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന് പറയാം. ഐ എം സ്റ്റിൽ ഗ്രോയിങ്. പിന്നെ എന്റെ മോളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ലോക്കൽ ചാനൽ ഇന്റർവ്യൂ വന്നിട്ട് അവളോട് ചോദിച്ചു, അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാന്ന് ചോദിച്ചു. അപ്പൊ അവളിങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അപ്പയുടെ മാസ്റ്റർ പീസ് നോട്ട് യെറ്റ് കം. അവളങ്ങനെ പറയുമ്പോൾ ഞാനെങ്ങനെ പറയുന്ന അറിയാലോ. ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ ഇനി വരും സാധനങ്ങൾ. പിക്ചർ അഭിവി ബാക്കി. അതെ തന്നെ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്രൊജക്ട്? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട്. കുറേ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റുകൾ തന്നെ. അതിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് ചെറിയ ചെറിയ ട്രെയിനിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരോ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പങ്കെടുത്തുകൊണ്ട് തന്നെയുള്ളൊരു ഒരു ഫിലിം ഫെസ്റ്റിവൽ, അതാണ് മനസ്സിലുള്ള ഫ്യൂച്ചറിൽ ഇനി നടക്കേണ്ട ഒരു വിചാരിക്കുന്ന ഒരു പ്ലാൻ. അറിയില്ല, നടത്തട്ടെ എല്ലാവരും. അതാണ് മനസ്സിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതൊന്ന് കാണണം, അത് കണ്ടിട്ട് ഈ അർത്ഥമൊന്ന് പോളൂ. അപ്പോൾ അതാണ് അങ്ങനെ. അപ്പം എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഒപ്പം തന്നെ നമുക്ക് ഇനി AI മനുഷ്യനുമായിട്ടുള്ള യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അതെ തന്നെ. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യൻ തന്നെ മുന്നിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റട്ടെ എല്ലാ കാര്യത്തിനോടും. അങ്ങനെ മനുഷ്യനാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിയണം. ഇത് കഴിഞ്ഞിട്ട് AI ഉള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഒരു അവയർനെസ് എല്ലാവരിലും എത്തുകയും ചെയ്യണം. നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും
പോട്ടെ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.